എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ എം ഡി എം എയുടെ പിടിയിൽപ്പെട്ടു പോകുന്നത്? കാരണം ഒന്നേയുള്ളൂ. എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്രിമമായ, താൽക്കാലികം മാത്രമായ ഒരു പ്രത്യേകതരം ഉന്മാദാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ അവസ്ഥയിൽ ശരീരത്തിന് അതിശക്തിയായിട്ടുള്ള ഊർജവും ധൈര്യവും കോൺഫിഡൻസും അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ തോന്നും. താൽക്കാലികം മാത്രമായിട്ടുള്ള ഈ ഒരു മായാലോകത്ത് അല്പനേരം ഇരിക്കാൻ വേണ്ടി ഇവർക്കൊക്കെ പകരം കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. എന്താണ് എം ഡി എം എ? 3,4 മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇതൊരു സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് ഡ്രഗാണ്. ഇത് ടാബ്ലറ്റ് ഫോമിലും അതുപോലെ തന്നെ പൗഡർ ഫോമിലും അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഫോമിനെ നമ്മൾ എക്സ്റ്റസി എന്നും അതുപോലെ പൗഡർ ഫോമിനെ മോളി എന്നുമാണ് പറയപ്പെടുന്നത്. എം ഡി എം എ നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ഡോക്ടർ മൻസൂർ ടോക്സ്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും എനർജിയും മോട്ടിവേഷനും ഫോക്കസും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. സാധാരണ ന്യൂറോണുകളിലെ വെസിക്കിളുകൾക്കുള്ളിലാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സൂക്ഷിക്കപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യാനുസരണം അവയെ റിലീസ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്ത ന്യൂറോണിന് സന്ദേശം കൈമാറുന്നു. ആക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ അവയെ തിരിച്ചെടുക്കുന്നു. മാത്രമല്ല പഴയ പോലെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ബാലൻസ് നാച്ചുറലായി തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് സന്തോഷവും മോട്ടിവേഷനും ഫോക്കസും ഒക്കെ തരുന്നുണ്ട്. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്തൊക്കെ ഈ കെമിക്കൽസിൻ്റെ അളവ് ധാരാളമായിട്ട് കൂടുന്നുണ്ട്. ഈ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്കാണ് എം ഡി എം എ വരുന്നതും അതെല്ലാം താറുമാറാക്കുന്നതും. റിലീസ് ചെയ്ത ശേഷം ആക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നോർ എപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ തിരിച്ചെടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തിരിച്ചെടുക്കുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് എം ഡി എം എ ന്യൂറോണുകൾക്കുള്ളിലേക്ക് കയറിപ്പോകുന്നത്. ന്യൂറോണുകളിൽ എത്തിക്കഴിഞ്ഞാൽ എം ഡി എം എ നേരത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന ആ പ്രക്രിയ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. ഇതുകൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വെസിക്കിളുകൾക്കുള്ളിൽ കയറാൻ കഴിയാതെ ന്യൂറോണിൻ്റെ അറ്റത്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ കൂടിയ അളവിൽ ഇവയെ പുറന്തള്ളപ്പെടുകയും ചെയ്യും.